ഹലോ, ഇന്നൊരു ബ്രെഡ് പോഹ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിൽ ബട്ടർ ഇട്ട് ബ്രെഡ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ബ്രെഡിന്റെ രണ്ട് വശവും ബട്ടറിൽ തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഇനി ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എല്ലാം ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ബ്രെഡ് പീസസ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ കൂടിയിട്ട് ചെറുതായിട്ടരിഞ്ഞ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുനുകുന അരിഞ്ഞ കുറച്ച് സവാളയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചിടാം. ഇനി ഈ മുട്ട നല്ലപോലെ മസാലകളിലേക്ക് യോജിപ്പിച്ച ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ മുട്ട നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിന്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഈ ബ്രെഡിലേക്ക് ഈ മിക്സ് ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബ്രെഡ് പോഹ റെഡി. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടൊമാറ്റോയും മല്ലിയിലയും കൂടി ഇടാട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.